ശ്രീ കെ വി തോമസ്, ഇപ്പോൾ തരൂർ കോൺഗ്രസിൽ അസംതൃപ്തനാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. തൻ്റെ സേവനം വേണ്ടെങ്കിൽ തനിക്കും പാർട്ടി വേണ്ട എന്നാണിപ്പോൾ പോഡ്കാസ്റ്റിൽ തരൂർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട് എന്നും തരൂർ പറയുന്നു. എന്താണിപ്പോൾ താങ്കളുടെ മനസ്സിലാക്കൽ? തരൂരിന് മുന്നിൽ എന്താണ് വഴി? കേരളത്തിൽ UDF കോൺഗ്രസും ആരെ മുന്നിൽ നിർത്തിയാലും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അവർക്ക് അധികാരത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. കാരണം 2 ടേം തുടർച്ചയായി ഭരിച്ച ഇടതുമുന്നണി ഇപ്പോൾ വീണ്ടും മെച്ചപ്പെട്ടൊരു ഭരണമാണ് കാഴ്ചവെക്കുന്നത്. ശശി തരൂർ ഒരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു പ്രാസംഗികനും എഴുത്തുകാരനുമാണ്. പക്ഷേ കോൺഗ്രസ്സിൽ അദ്ദേഹം മാത്രമല്ല ഉള്ളത്. കോൺഗ്രസ്സിൽ ധാരാളം നല്ല നേതാക്കന്മാരുണ്ട്. പക്ഷെ അവിടെ യോജിപ്പില്ല, ഐക്യമില്ല, പരസ്പരം അംഗീകരിക്കുന്നില്ല. ശശി തരൂരിന് കൊടുക്കേണ്ട മാന്യത അദ്ദേഹത്തിന് കൊടുക്കണം, അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട സ്ഥാനങ്ങൾ കൊടുക്കണം. അത് കൊടുക്കാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള അസംതൃപ്തി ഉണ്ടാകുന്നത്. അസംതൃപ്തി ഉണ്ടാകുമ്പോൾ പരിഹരിക്കുന്നതിന് പകരം ഇഷ്ടമുള്ളവർ ഇതിൻ്റെ അകത്ത് നിന്നാൽ മതി, പോണവരൊക്കെ പൊക്കോട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വം ഒരു സമീപനമെടുക്കുമ്പോഴാണ് ഇന്ന് ശശി തരൂർ പൊട്ടിപ്പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ അസംതൃപ്തി നാം കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വമാണ് ആലോചിക്കേണ്ടത്, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകണമോ, അതല്ല ഇതുപോലെ തങ്ങൾക്ക് മാത്രം നാളെ അധികാരം പങ്കിട്ടാൽ മതി എന്ന ധാരണയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഈ CPM ഭരണത്തെ പുകഴ്ത്തിയിട്ടാണ് തരൂർ പോരാട്ടം തുടങ്ങിയിരിക്കുന്നത്. CPMലേക്ക് അടുപ്പിക്കാൻ താങ്കൾ മുൻകൈയെടുക്കാൻ സാധ്യതയുണ്ടോ? CPM ഒരു പോസിറ്റീവ് പാർട്ടിയാണ്. ദേശീയ താല്പര്യങ്ങൾക്ക് വലിയ മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തപ്പോൾ എന്നോട് CPMൽ ചേരാനല്ല പറഞ്ഞത്, മാഷ്ക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ ജോലി ചെയ്യുക, ഗവൺമെൻറ്റിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ജോലി ചെയ്യും. ഞാനതാണ് ഇപ്പിച്ചത്. ഞാൻ CPMൽ ചേർന്നിട്ടല്ല ജോലി ചെയ്യുന്നത്, ഉത്തരവാദിത്വം. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കംഫർട്ടബിൾ, എൻ്റെ ഒരു അനുഭവം വെച്ചാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കോൺഗ്രസ് തന്നെ ആയിരിക്കും. പക്ഷേ കോൺഗ്രസ്സിൽ അദ്ദേഹം ശ്വാസം മുട്ടിയാൽ അദ്ദേഹത്തിന് നല്ല വായുവുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ലേ? CPM അവരുടെ നിലപാട് അതിന് നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് CPMൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അതെൻ്റെ അനുഭവമാണ്. നമുക്ക് വളരെ കംഫർട്ടബിളായി CPMൽ വർക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ അഭിമാനവും സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് എന്താ നിലപാടാണ് ശശി തരൂർ എടുക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ സുഹൃത്തെന്ന നിലയിൽ ഞാൻ പലപ്പോഴും കാണുമ്പോഴും പറയും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങേക്ക് കോൺഗ്രസ്സിൽ ഒരു സ്ഥാനമുണ്ട്. ഇന്നത്തെ ഈ നേതൃത്വത്തിൻ്റെ ഈ പ്രത്യേക സ്വഭാവം അത് ഒക്കെ മാറ്റിയല്ലേ പോകാൻ കഴിയും. അതിനുള്ള എന്താണ് മാർഗമെന്ന് ആലോചിക്കുക എന്ന് ഞാൻ പലപ്പോഴും ശശി തരൂരിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഹുൽ ഗാന്ധിയാണ് വ്യക്തമായ തീരുമാനമെടുക്കേണ്ടത്. ആ വ്യക്തമായ തീരുമാനമെടുത്ത് എല്ലാവരെയും, ശശി തരൂരിനെ മാത്രമല്ല അസംതൃപ്തരായ ഒത്തിരി ആളുകൾ കോൺഗ്രസ്സിലുണ്ട്, അവരെയെല്ലാം കൂട്ടി യോജിപ്പിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കാണ്. ഇപ്പോൾ തരൂരിനെ CPM മാത്രമല്ല BJPയും സ്വാഗതം ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് സ്വതന്ത്രനായി നിന്നുകൊണ്ട് BJPയുടെ പിന്തുണ സ്വീകരിച്ചാലും മതിയല്ലോ. BJPയിൽ പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂർ തന്നെയാണ്. എന്നോട് ചോദിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം ശശി തരൂരിനെ പോലെയുള്ളയാൾ, ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ളയാൾ, സ്വന്തമായ അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ അതിനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ നിന്നും ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയിലേക്ക്, മതജനാധിപത്യ സംവിധാനങ്ങൾ തകർക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പോകുന്നത് ഗുണകരമല്ല ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു സ്ഥലമല്ല BJP. ഈ തരൂർ ഉന്നയിച്ച വിഷയങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന നേതാവെന്ന നിലയ്ക്ക് താങ്കളും അനുഭവിച്ചിട്ടുണ്ടോ? സ്വാഭാവികം. ഞാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഞാൻ കോൺഗ്രസ് വിശ്വാസിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശശി തരൂരിനെ പോലെ വന്ന ഒരാളല്ല. ശശി തരൂർ ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിലാണ് അദ്ദേഹം വരുന്നത്, പ്രവർത്തകൻ എന്ന നിലയിലല്ല. ഞാൻ 1968 7ാം വാർഡ് പ്രസിഡൻ്റായി വർക്ക് ചെയ്ത് അവിടുന്ന് ബ്ലോക്കിൽ വന്നു, DCC പ്രസിഡൻ്റായി, ദീർഘകാലം KPC ട്രഷറായി, അങ്ങനെ ദീർഘകാലം പ്രവർത്തിച്ച് വന്ന ഒരാളാണ് ഞാൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി എറണാകുളത്ത് ജയിച്ചിട്ടുള്ളത്. 2014 ഏറ്റവും അവസാനം ഞാൻ മത്സരിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിലെ MP മാർക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ 2019 എന്നെ മാറ്റുമ്പോൾ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. അതിനുശേഷവും എന്നെ തള്ളിപ്പുറത്തൊക്കെ, ഞാൻ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു. ആ അസംബ്ലിയിൽ തോറ്റപ്പോൾ അന്നത്തെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളിയെ മാറ്റി. പക്ഷേ 3 മാസം മുമ്പ് വർക്കിംഗ് പ്രസിഡൻ്റായി എന്നെ എന്തിനാണ് മാറ്റിയത്? മറുപടിയില്ല. അപ്പോൾ കോൺഗ്രസ്സിലെ ഇന്നത്തെ ഒരു പ്രത്യേക നേതൃത്വം, രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള വലയം ആരെയും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ, അവർക്ക് അല്ലേലിയെ പാടാത്തവരെ പുറത്താക്കുക എന്ന സമീപനം കോൺഗ്രസ്സിൽ എടുത്തിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടാണ് എന്നെപ്പോലുള്ളവർ അനുഭവിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.